ഹലോ, കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജും അതുപോലെ തന്നെ ഒരുപാട് റിസൾട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് നീറ്റ് എക്സാം വളരെ വിവാദമായിട്ടുണ്ടെങ്കിൽ ഈ വർഷം നീറ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവലുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് നമ്മളെല്ലാ ന്യൂസ് ചാനലുകളും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പേജുകളും ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് 2025 നീറ്റിൽ സംഭവിച്ചത്? ഈവൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളടക്കം നീറ്റ് എഴുതിയിട്ടുണ്ട്. ഈ വർഷത്തെ എക്സാമിൻ്റെ ഒരു വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നീറ്റിൻ്റെ പാറ്റേൺ എല്ലാവർക്കും അറിയാം. 3 മണിക്കൂർ 180 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 90 ബയോളജി ക്വസ്റ്റ്യൻസും ബാക്കി 90 ക്വസ്റ്റ്യൻസിൽ ഹാഫ് ഫിസിക്സും അതുപോലെ തന്നെ ഹാഫ് കെമിസ്ട്രിയും. സാധാരണഗതിയിൽ ഇതുവരെ കഴിഞ്ഞൊരു 4 വർഷമായിട്ട് 5 വർഷമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നീറ്റ് എക്സാമിന് ഈസിയർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഫിസിക്സിലൊക്കെ ഡയറക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറുകളാണ് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് വന്നത്. ഈ വർഷം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 67 കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടി. അതിലെല്ലാവർക്കും തന്നെ എയിംസ് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്തവണ എക്സാം ടഫർ ആകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ കുട്ടികളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞൊരു 10 വർഷത്തെ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പേപ്പറായിട്ട്, വൺ ഓഫ് ദി ടഫസ്റ്റ് പേപ്പറായിട്ട് മാറി. അതിൻ്റെ ഒരു റീസൺ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത് തന്നെയാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ടഫർ ആണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി കുറേ ക്വസ്റ്റ്യൻസ് വളരെ ലെങ്തി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സും കെമിസ്ട്രി അതുപോലെ തന്നെ ബോട്ടണി, സുവോളജി എന്ന് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ 45 ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഈസി എന്ന് വിളിക്കാവുന്നത്. 19 ഒരു മീഡിയം ആൻഡ് ഒരു 15-16 എന്താണ് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊന്നുമല്ല, മെത്തേഡുകളല്ല, പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആണ് എന്നുള്ളതാണ് അത് ഹാർഡ് എന്ന് പറയാനുള്ള കാരണം. കെമിസ്ട്രിയിലും അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള നമ്പർ നമുക്ക് കാണാം. ബോട്ടണി ആൻഡ് സുവോളജിയിൽ കുറച്ചുകൂടി ഈസിയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാലും മൾട്ടി സ്റ്റേറ്റ്മെന്റ്, അസേർഷൻ റീസണിംഗ് പോലെയുള്ള വായിച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ബയോളജിയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓവറോൾ അറിയാൻ സാധിച്ചത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി 60, മീഡിയം 69, അതുപോലെ തന്നെ 51 ഹാർഡ് ക്വസ്റ്റ്യൻസും സബ്ജക്ട് വൈസ് ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ സിമിലർ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് കാണാം. അതിൽ തന്നെ കൂടുതൽ കുട്ടികളും പറഞ്ഞത് ഫിസിക്സിലാണ് കൂടുതൽ ടഫായിട്ട് വന്നിട്ടുള്ളത്. കെമിസ്ട്രി ഒരു മോഡറേറ്റ് ലെവലിലായിരുന്നു. ബോട്ടണി ആൻഡ് സുവോളജി ഓൾസോ കൂടുതൽ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കൂടെ സാധാരണഗതിയിൽ കുട്ടികൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ 90 ക്വസ്റ്റ്യൻസ് പല ആളുകളും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 1 മണിക്കൂർ കൊണ്ട് ബയോളജി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പല സ്റ്റുഡൻസും പറയുന്നൊരു കാര്യം. ഓവറോൾ ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 28% ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു. 33% ഈസി ക്വസ്റ്റ്യൻസും അതുപോലെ മീഡിയം 38% മീഡിയം ഡിഫിക്കൽട്ടി ലെവലുള്ള ചോദ്യങ്ങളുമാണ് ഓവറോൾ വന്നിട്ടുണ്ടായിരുന്നത്. സബ്ജക്ട് വൈസിലേക്ക് പോകുന്ന സമയത്ത് ഫിസിക്സിൽ നമുക്കറിയാം ഹാർഡും മീഡിയം കൂടെ ആഡ് ചെയ്താൽ തന്നെ അറൗണ്ട് 80% ക്വസ്റ്റ്യൻസ് എന്താണ് ഹാർഡ് ഓർ മീഡിയമാണ്. എന്ന് വെച്ചാൽ ആ പേപ്പർ ഒരിക്കലും 45 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു 1 hour കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, എഴുതി തീർക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസേ ആയിരുന്നില്ല എന്നുള്ളത് വളരെ ഷുവറാണ്. കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഹാർഡ് ആൻഡ് മീഡിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70% അബവ് ഹാർഡ് ആൻഡ് മീഡിയം തന്നെയാണ്. അഗെയിൻ മോഡറേറ്റ് ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയാം. ബോട്ടണിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുവോളജിയിലും കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതാണ് ഓവറോൾ സബ്ജക്ട് വൈസുള്ള പാറ്റേൺ. ഇനി ക്ലാസ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സെയിം പെർസെൻറ്റേജ് തന്നെയാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക, 2 +1 +2 കാണാൻ സാധിക്കുക. ആൻഡ് ഓവറോൾ 89 ക്വസ്റ്റ്യൻസ് +1 നിന്നും 91 ക്വസ്റ്റ്യൻസ് എന്തെന്ന് +2 നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് വലിയൊരു വ്യത്യാസമൊന്നും +1 +2 വെയിറ്റേജിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഓരോ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഏകദേശം 50-50 അല്ലെങ്കിൽ 49-51 എന്ന രൂപത്തിലാണ് 4 സബ്ജക്റ്റുകളുടെയും എന്ത് വന്നിട്ടുള്ളത്, വെയിറ്റേജുകൾ വന്നിട്ടുള്ളത്. ബോട്ടണിയിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതും കാര്യമായിട്ട് പറയത്തക്ക ഡിഫറൻസ് ഒന്നും എന്തില്ല, +2 വെയിറ്റേജ് 54% ആയി എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സിലെ 45 ക്വസ്റ്റ്യൻസും സിംഗിൾ കറക്റ്റ് ആൻസർ ഉള്ള MCQ തന്നെയാണ് വന്നത്. അതും എല്ലാം ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിങ്. ചില ക്വസ്റ്റ്യൻസിലൊക്കെ നന്നായിട്ട് മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യേണ്ട പ്രോബ്ലംസ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിസിക്സ്, മാത്സ് സ്ട്രോങ് അല്ലാത്ത ആളുകൾ ഫിസിക്സിൽ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 29 സിംഗിൾ കറക്റ്റ് ആൻസർ MCQ, പിന്നെ സ്റ്റേറ്റ്മെന്റ് 1 and 2 ഒരു 4 ഉണ്ടായിരുന്നു. മൾട്ടി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 5 ഉണ്ടായിരുന്നു. അതുപോലെ അസേർഷൻ റീസണിംഗ് വന്നു, മാച്ച് ദ കോളം വന്നിട്ടുണ്ടായിരുന്നു. ബോട്ടണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള സിംഗിൾ MCQയുടെ എണ്ണം കുറച്ചിട്ട് പകരം അവർ സ്റ്റേറ്റ്മെന്റിന്റെ എണ്ണം കൂട്ടി, മൾട്ടി സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ബോട്ടണിയിൽ ഇതാ അസേർഷൻ റീസണിംഗ് വന്നു, മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ടായിരുന്നു. സിമിലർലി സുവോളജിയിലും ഒരുപാട് ക്വസ്റ്റ്യൻസ്, 10 മൾട്ടി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സുവോളജിയിൽ വന്നത്. അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ്, ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് 3 ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഓവറോൾ ആയിട്ടുള്ള സബ്ജക്ട് വൈസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് കംപ്ലീറ്റ് അവരുടെ പാറ്റേൺ NT എന്ത് ചെയ്തിട്ടുണ്ട്, നീറ്റ് UG എക്സാമിൻ്റെ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ 700 വാങ്ങിയൊരു കുട്ടി അല്ലെങ്കിൽ 680 വാങ്ങിയൊരു കുട്ടിക്ക് എയിംസ് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടില്ല എന്നൊരു അവസ്ഥ ഇത്തവണ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അതുപോലെ തന്നെ കട്ട് ഓഫും. അപ്പോൾ എക്സാം ടഫായി എന്ന് പറയുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഇവിടെ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക്
കിട്ടി എന്നതിലല്ല കാര്യം, നിങ്ങൾ എത്ര റാങ്ക് സ്കോർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എക്സാം ഈസി ആകുമ്പം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 650 660 എത്തി. ഇത്തവണ എക്സാം ടഫ് ആയതുകൊണ്ട് കട്ട് ഓഫ് 550 560 എന്തെയും താഴും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഡിഫിക്കൽട്ടായ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതിനനുസരിച്ച് 100 മാർക്ക് കുറച്ച് മതി മേ ബി ഗവൺമെന്റ് MBBS ഒരു സീറ്റ് കിട്ടാൻ. കൃത്യമായുള്ള കട്ട് ഓഫുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് റിസൾട്ടിന് വേണ്ടി തന്നെ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നീറ്റിന്റെ ഒരു ഓവറോൾ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇതിലെ ഫിസിക്സിൻ്റെ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു JEE ചാനൽ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, പല JEE പേപ്പറിനേക്കാൾ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഈവൻ ലെവൽ കൂടിയ ചോദ്യങ്ങൾ, ഫ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് JEE പേപ്പറിനേക്കാൾ ലെവൽ കൂടുതലാണെന്ന് തന്നെ പറയാവുന്ന 1 2 3 ക്വസ്റ്റ്യൻസും അതിലുണ്ടായിരുന്നു. ആൻഡ് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു JEE ലെവലിലൊക്കെ ഫിസിക്സ് പഠിച്ചൊരു കുട്ടിക്ക് മാത്രമേ ആ 45-ൽ, അതായത് 180 എന്ന് പറയുന്ന ഫിസിക്സിലെ പേപ്പറിൽ ഒരു 120+, 130+ ഒക്കെ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് JEE ലെവൽ പ്രാക്ടീസ് ചെയ്തൊരാൾക്ക് സാധിക്കുള്ളൂ. അതാണ് പേപ്പറിൻ്റെ ഓവറോൾ അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നീറ്റ് ആസ്പിറൻസിനെ ഒരുപോലെയാണ് ബാധിച്ചിട്ടുണ്ടാവുക. എന്നാൽ +1 +2 പ്രോപ്പറായിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് വിത്ത് മാത്തമാറ്റിക്സ് +1 +2 സീരിയസ് ആയിട്ട് പഠിച്ച കുട്ടികൾക്ക് ഒന്നും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന ഒരു പേപ്പറാണ്. നേരെ മറിച്ച് +1 +2 ബേസ് അത്ര തന്നെ ഇല്ലാത്ത റിപ്പീറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റ് ബാച്ചുകളിലുള്ള കുട്ടികൾ കുറച്ചുകൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവാം, പേപ്പറിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം. എനിവേ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നീറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.